കാലത്തെ പോലെ ഇവിടെയും ഈ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോയി റെഡി ആവാൻ നോക്ക്. സമയം എന്തായെന്ന് അറിയോ? അമ്മേ, ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞില്ല. ഇന്ന് എനിക്ക് എന്തായാലും വഴക്ക് കിട്ടും, ഉറപ്പാ. എന്താ ചെയ്യാത്തെ? ഇന്നലെ സ്കൂള് വിട്ട് വന്നിട്ട് ഈ ബുക്ക് നീ തുറന്നു നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാ? സ്കൂള് വിട്ട് വന്നാൽ ഉടനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. അച്ഛൻ വന്ന അച്ഛന്റെ കൂടെ ഇരുന്ന് സിനിമയും കാണും. എന്നിട്ട് രാവിലെ എന്നിട്ട് ഈ വെപ്രാളവാ. അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോള്, ഒരു പണി എടുക്കില്ല. രാവിലെ പത്രം വന്ന അതിന്റെ മുകളിൽ അങ്ങ് കമിഴ്ന്ന് കിടക്കും. ഏതാണ്ട് സ്റ്റേഷനിൽ പോയി പരീക്ഷ എഴുതാനുള്ള പോലെ. അതെ, മനുഷ്യന് വിവരം വെക്കണമെങ്കിൽ പത്രം വായിക്കണം. ഞാൻ ആലോചിക്കാണ്, പത്രം പോലും വായിക്കാത്ത നീയെല്ലാം പഞ്ചായത്ത് വരിച്ച ജനങ്ങളുടെ അവസ്ഥ എന്താവുന്നു? ആ, സത്യന്റെ പോലെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് പത്രം വായിച്ചാലേ സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും ആര് ഭക്ഷണം റെഡിയാക്കും? നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു. സത്യന്റെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഇവളുടെ കാര്യോ? ദേ, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ മനുഷ്യ. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛാ. അച്ഛൻ എന്താ അമ്മയൊന്ന് സഹായിച്ചാല്? എന്തിന്? ഇവിടെ ഇപ്പൊ ഒരാൾക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. അത് ശരിയല്ലല്ലോ അച്ഛാ. ഉള്ള ജോലി രണ്ടുപേരും കൂടെ ചെയ്യുന്നതല്ലേ ശരി. ചെറിയ വായിൽ വലിയ വർത്താനമൊന്നും മോള് പറയണ്ട. ഇതൊക്കെ ആരാ നിന്നെ പഠിപ്പിച്ചത്? നിന്റെ അമ്മയാണോ? അമ്മയൊന്നുമല്ല, ശ്രീദേവി ടീച്ചറാ. ഓഹോ, സ്കൂളിൽ പിള്ളേരെ ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കണേ? അച്ഛാ, ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകുന്ന ആള് എന്നെ കൊണ്ട് സകല ജോലിയും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് തോന്നും? എന്നെ കല്യാണം കഴിപ്പിക്കുമ്പോ അല്ലേ ഇപ്പൊ എന്റെ മോള് ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, ഇരുന്ന് അങ്ങോട്ട് പഠിക്കാൻ നോക്കൂ കേട്ടോ. അതെ, കൊച്ചിനെ സ്കൂളിൽ വിടുന്നത് സിലബസിലുള്ളത് പഠിപ്പിക്കാനാ, അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല. എന്ത്? ആ ശ്രീദേവി ടീച്ചർ ഉണ്ടല്ലോ, അവരെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്താ കാര്യം? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറെ പെണ്ണുങ്ങളുടെ സൂക്കട ഭർത്താക്കന്മാരെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കുക. അതൊന്നും നടക്കാൻ പോണില്ല. അതെന്താ നടക്കാത്തെ? ആർച്ചേ, മനുഷ്യനുണ്ടായ കാലം പോലെ അടുക്കളയിൽ ജോലിയെല്ലാം ചെയ്തു വരുന്നത് ഭാര്യമാരാ. ഭർത്താക്കന്മാര് പുറത്തു പോയി അധ്വാനിച്ച് പൈസ കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ നടത്തും. അങ്ങനെയാ നടന്നുകൊണ്ടിരിക്കണേ. സത്യേട്ടാ, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ആ കാലമൊക്കെ പോയി. ഇപ്പൊ ജോലിയും വരുമാനവും ഇല്ലാത്ത ഏത് സ്ത്രീകളുണ്ട്? പിന്നെ ഭാര്യമാരെ സഹായിക്കുന്ന എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് ചിന്തിക്കുന്ന ചില കോന്തം ഭർത്താക്കന്മാരുണ്ട്. ഒരുപാട് കാലമൊന്നും ഇങ്ങനെ പോവില്ല, വിവരം അറിയും. വിവരം അറിയാനൊന്നുമില്ല. നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ കിടന്ന് തുള്ളിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകില്ല. കാണാം. പവിത്ര, എന്തൊക്കെയാണ്? എന്റെ സാറേ ഒന്നും പറയണ്ട. രാത്രിയായ മനുഷ്യന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. ആ അയലോക്കത്തെ വീട്ടിൽ എന്നും അടിയും ബഹളവും തെറിവിളിയാണെന്ന്. ആര്? ആ സോമശേഖരനും ഭാര്യ ലളിതയില്ലേ? ഈ ലളിതയ്ക്കാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഈ കൃഷി ഓഫീസിലാണ് ജോലി. ഈ സോമനാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു കടയുണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. ഇപ്പൊ പുള്ളിക്ക് പണിയൊന്നുമില്ല, വേറെ വരുമാന മാർഗവും ഇല്ല. ഈ ലളിത പറയുന്നുണ്ട്, നിങ്ങൾ ജോലിക്ക് പോയില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലെ ജോലി ചെയ്യും. ഈ പുള്ളി എമ്മ ചെയ്താൽ ചെയ്യത്തില്ല. ഈ ലളിത ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ തൊട്ട് പിന്നെ ബഹളമാണ്. ബഹളമെന്ന് മാത്രമല്ല, രാത്രി മുഴുവൻ അങ്ങ് തെറിവിളിയും. സാർ ഇതിനകത്തൊന്നും ഇടപെടണം. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല സാർ, അവനെ ഒന്ന് വിളിച്ചിട്ട് അവനെ ഒന്ന് ഉപദേശിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, ഉപദേശിക്കൽ പോലീസിന്റെ പണിയല്ല, അതിന് മെമ്പറാ നല്ലത്. ഉപദേശിക്കാൻ ഇവള് ബെസ്റ്റാ. ഇന്ന് കാലത്തോടെ എന്നെ 3 പ്രാവശ്യം ഉപദേശിച്ചിട്ട് നിൽക്കുക. അത് ശരി. ഇതിലിപ്പോ ഉപദേശിക്കാൻ എന്തിരിക്കുന്നു? ഇതിലൊറ്റ പരിഹാരമേ ഉള്ളൂ, സോമശേഖരൻ വീട്ടു ജോലി ചെയ്യണം. പുള്ളി ചെയ്യത്തില്ലെന്ന് എന്ന് പറഞ്ഞാ എങ്ങനെയാ? ആണുങ്ങൾ വീട്ടു ജോലി ചെയ്യരുതെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ഞാനും ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. പവിത്രന്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന ആരാ? ഞാനോ? അല്ല, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചിക്കാണോ സുഖവും ഇല്ല. വീട്ടിലെ ജോലിയൊക്കെ ഞാനും ചെയ്യും. അതിപ്പോ പവിത്രൻ കല്യാണം കഴിക്കാത്തതുകൊണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പവിത്രൻ വീട്ടിൽ ജോലി ചെയ്യുവോ? കല്യാണത്തിന് മുമ്പ് ചെയ്യാമെങ്കിൽ പിന്നെ കല്യാണത്തിന് ശേഷം ചെയ്താലെന്താ? ഇത് കേട്ടാത്തൊന്നും കല്യാണം കഴിക്കുന്ന വീട്ടു ജോലി ചെയ്യിക്കാനാന്ന്. അതെ, ഈ കല്യാണത്തിന്റെ കൂടെ ഉള്ള ഒരു ഇടപാടാണ് ഈ വീട്ടു ജോലിയൊക്കെ. എന്നാ പിന്നെ ഒരു വേലക്കാരി വെച്ചാ പോരെ? വേലക്കാരി വെച്ച് ശമ്പളം കൊടുക്കണ്ടേ? അപ്പൊ അതാണ് കാര്യം. ശമ്പളം കൊടുക്കാതെ വീട്ടു ജോലി ചെയ്യാൻ ഒരാള്. അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. സോമനും ലളിതയും തമ്മിലുള്ള വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ഞാൻ സോമന്റെ അടുത്തോട്ട് പോകേണ്ട വരുമല്ലോ. സോമനും ലളിതയും തമ്മിൽ തല്ലുവോ, ചാകുവോ, കുഴിച്ചിടുവോ, മുടിയുവോ, എന്നാ വേണ്ടി ചെയ്യട്ടെ? എടാ, ഇത് വലിയ പവിത്ര ഇപ്പൊ സമാധാനമായിട്ട് കഴിയണ എന്തുകൊണ്ടെന്ന് അറിയാമോ? കല്യാണം കഴിക്കാത്തോണ്ടാ. അറിഞ്ഞോ അറിയാതെ അബദ്ധമൊന്നും ചെയ്തു കളയും. ഞാൻ ഡെയിലി നിങ്ങളെയൊക്കെ അല്ലേ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും പോയി കല്യാണം കഴിക്കുമോ?
ആ സണ്ണി, നീ എവിടെയാ? ആഹാ, എത്തിയോ? എപ്പോഴ്? അത് കുഴപ്പമില്ല, ഞാനൊന്ന് ഉച്ച കഴിഞ്ഞെങ്കിൽ ലീവ് എടുക്കാം. അതൊന്നും പ്രശ്നമില്ല. അതെന്ത് ചോദ്യാളിയാ? ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. സണ്ണി ഗൾഫിൽ നിന്ന് വന്നു, വൈകുന്നേരം ഒന്ന് കാണണമെന്ന്. എന്തിന്? അതെന്റെ പേഴ്സണൽ കാര്യമാണ്, എസ്റ്റിയോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓസിന് കള്ളു കുടിക്കാൻ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലീവ് എടുത്ത് അങ്ങ് പൊക്കോളണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മോന്റെ സ്കൂൾ PTA മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. PTA മീറ്റിംഗിന് പോകാൻ പറ്റത്തില്ല, അന്നേരം ഞാൻ പറഞ്ഞാണല്ലോ. അങ്ങനെ പറഞ്ഞ എങ്ങനെ പറ്റി? എനിക്ക് സമയമില്ലാത്തത് കൊണ്ടല്ലേ പോകാൻ പറഞ്ഞത്. ഇന്ന് എന്തായാലും സ്കൂളിലെ PTA മീറ്റിംഗിന് പോയേ പറ്റൂ. വീട്ടുകാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയരുത്. എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട. ഇന്ന് എന്തായാലും സ്കൂളിൽ പോയേ പറ്റൂ. അയ്യോ സാറേ, പതുക്കെ, ആരെങ്കിലും കേട്ടോന്ന മാനക്കേടാണ്. പ്ലീസ്, പോലീസ് സ്റ്റേഷനല്ലേ. എന്ത് പ്ലീസറും? എടാ, ഇയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ? കിട്ടുന്ന ശമ്പളം മുഴുവൻ കള്ളു കുടിച്ച് തീർക്ക്. സ്വബോധത്തോടെ വീട്ടിൽ വന്നിട്ട് എത്ര നാളായെന്നറിയാവോ? അതെ, സ്വബോധം പോകാൻ വേണ്ടി തന്നെയാ കള്ളു കുടിക്കുന്നത്. അത്ര നേരം മനസമാധാനമെങ്കിലും കിട്ടുമല്ലോ. തനിക്കിപ്പോ മനസമാധാനത്തിന് എന്താണ് കുറവ്? സാറേ പ്ലീസ്, വേണ്ട. അതെ, എന്താ മനസമാധാനത്തിന് കുറവെന്നോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി കള്ളു കുടിക്കാത്ത ആളായിരുന്നു. ആണോ? നിനക്ക് പ്രമോഷൻ കിട്ടി അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. സാറിന് മുഖത്ത് നോക്കി നീ എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാതിരിക്കണമെങ്കിൽ ASI സ്ഥാനത്തിരിക്കണം, അല്ലാതെ വീട്ടുകാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയരുത്. പോട്ട് സാറേ, വിട്ടേരെ. ASI സാറേ, ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ലീവാണ്. ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോകും. സാറിന് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യേ. സാർ കാണാത്തോട്ടോ. ചേട്ടാ, നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് സാറെന്തിനാണ് എന്നെ വിളിക്കുന്നത്? ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ കാണിക്കുന്ന ഓരോ അലമ്പിനും കഷ്ടപ്പെടുന്ന ഞാനാ, കേട്ടല്ലോ. സാർ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ വിളിച്ചതായിരിക്കും. ഇങ്ങേരടുത്ത് പറഞ്ഞത് യാതൊരു കാര്യമില്ലെന്ന് സാറിന് അറിയാം. അതും ശരിയാണ്, പിന്നെ പറഞ്ഞു പോയി കനകാൻ വരാ. ഇതിനുള്ള മറുപടി വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയാം. അന്നേരം ഈ ASIയുടെ കുപ്പായും തോളത്ത് സ്റ്റാറും ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്താണോ ഇത്, ചന്തയാണോ? രാവിലെ തുടങ്ങി അടിയാണ് സാറേ. എന്താ കാര്യം? ഓ, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാവിലെ വരുന്നു അങ്ങ് തുടങ്ങുന്നു. ഇതിൽ നമ്മളാണ് പെട്ടുപോകുന്നത്. ഇതിനിപ്പോ എന്തായാലും പോകും വഴി? ഒറ്റ പരിഹാരമേ ഉള്ളൂ സാറേ. രണ്ടുപേരിൽ ഒരാളിനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം. രണ്ടുപേരും തമ്മിൽ കണ്ടാലേ പ്രശ്നമുള്ളൂ, കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല. എടോ, അത് ഞാൻ വിചാരിച്ചാൽ നടക്കണ കാര്യമല്ലല്ലോ. ഇപ്പൊ എന്നെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് പറയുതാൻ. സാറേ, ഒരു കണക്കിന് നോക്കുമ്പം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അവരുടെ ഭാഗത്ത് അന്യായമുണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇതിലേതാണ് ന്യായം അന്യായം എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. സാറെന്തായാലും വിളിച്ചൊന്ന് ഉപദേശിക്കണം സാർ. ഇപ്പം നയത്തിൽ സംസാരിക്കാൻ ഞാൻ ചെന്ന ഒടുവിൽ ഞാൻ ചീത്ത വിളി കേൾക്കേണ്ടി വരുമോ? സാറിനെ ചീത്ത വിളിക്കൂല. ഈ പെണ്ണുങ്ങളോട് ഇടപെടുമ്പോഴേ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പുലിവാലാവും. ജോലി സ്ഥലത്ത് പീഡണമെന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്താൽ എൻ്റെ പണി തെറിക്കും, അതല്ലേ? പക്ഷേ സാറേ, ഇവിടെ ഒരു വലിയ കുഴപ്പമുണ്ടാവില്ല. അവർ തമ്മിൽ ചീത്ത വിളിക്കുന്നുള്ളൂ. സാറിന് നല്ല ബഹുമാനമാണ്. സാർ ഒരു കാര്യം ചെയ്യും, അവരെ വിളിച്ച് കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചാൽ. സാറ് കാര്യം ചെയ്യാം, കനകാമരനെ വിളിക്കും. സർ, എന്താടോ കനകാമൃത്, എന്ത് ബഹളമാണ്? എന്താ പ്രശ്നം? ഞാൻ മടുത്തു സാർ. ഈ അപമാനവും സഹിച്ച് ആണാന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാണ് സാർ? എന്നെപ്പോലെ ഒരു ഗതികെട്ട ഭർത്താവ് ഈ ലോകത്തിലുണ്ടാവില്ല. എടോ കനകാംബര, സ്വർണ്ണലത ASIയും താൻ CPO ആണ്. അപ്പം മേലുദ്യോഗസ്ഥ നിലയിൽ അവർ കുറച്ച് അധികാരമൊക്കെ കാണിച്ചു തന്നിരിക്കും. അതൊന്നും താൻ കാര്യമാക്കണ്ട. സർ, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ CPO. പൂക്കുഞ്ഞും രാധാമണിയും ഡെന്നീസും ഒക്കെ CPOമാരാണല്ലോ. അവരോടൊന്നുമില്ലല്ലോ ഈ പ്രശ്നം. എന്നെ കാണുമ്പോൾ പിന്നെ എന്താ സാർ ഈ ചൊറിച്ചില്? അത് ഞാൻ അവരുടെ ഭർത്താവായതുകൊണ്ടല്ലേ. എടോ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയ്യ. സാർ, ഇത് ചെറിയ പ്രശ്നമല്ല, ഇത് വലിയ പ്രശ്നമാണ്. കനകാംബര, ഇതിപ്പോൾ പുറത്ത് നാട്ടുകാരറിഞ്ഞാൽ പറയും ഭാര്യ മേലുദ്യോഗസ്ഥയായാലും തനിക്കുള്ള അസൂയാണെന്ന് പറയും. സാറേ, സാറിൻ്റെ മേലുദ്യോഗസ്ഥനാണല്ലോ. സാർ ഇതുവരെ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അപ്പം സാർ ഇത് മനഃപൂർവ്വമല്ലേ? സാർ, ഇന്നലെ കോളേജ് ജംഗ്ഷൻ ട്രാഫിക് ബ്ലോക്ക്. ഞാനും പൂക്കുഞ്ഞുമാരും ഡ്യൂട്ടി. ഞങ്ങൾ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ജീപ്പിൽ വന്നിറങ്ങി. പിന്നെ എന്തെല്ലാം അവിടെ പറഞ്ഞത്? 2 വണ്ടി മര്യാദയ്ക്ക് കടത്തിവിടാൻ അറിയത്തില്ലെങ്കിൽ ഈ പണിയൊക്കെ കളഞ്ഞിട്ട് പൊയ്ക്കോടോ. സാർ, എന്തൊരു അട്ടഹാസമായിരുന്നു സാർ. അത് നാട്ടുകാർ നോക്കി ഞങ്ങൾ നാണം കെട്ടുപോയി സാർ. സാർ, പിന്നെ ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിലെ പേരൻസ് മീറ്റാണ്. അപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ അവളോടൊന്ന് പോകാൻ പറഞ്ഞു. സാർ, അതിനാണ് സാർ ഇന്നത്തെ ഈ ബഹളം. തനിക്കെന്താ തിരക്ക്? സാർ, അത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ദുബൈയിൽ നിന്ന്. അവനെ ഞാൻ 5 വർഷമായി കണ്ടിട്ട്. ഇന്നൊരു ദിവസം കൂടി അവനുള്ളൂ. അപ്പോൾ അവനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു സാർ. സാർ, പിന്നെ ഈ പേരൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവൾ പോട്ടു സാർ. ഞാനൊരു കാര്യം പറയാം.
നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കിടന്ന് വഴക്കും അടി ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ലതയും കൂടെ വരാൻ പറയും. സാർ എന്താ സ്വർണ്ണലത ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ നാണക്കേടാണ്. സാറേ മനഃപൂർവ്വം അല്ല സാറേ, ഇത് അയാളെ സഹിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ വീട്ടിൽ വെച്ച് തീർക്കണം. വീട്ടിൽ വെച്ച് തീർക്കാനാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അയാൾക്ക് ബോധം ഉണ്ടാവണ്ടേ സാർ? വരുന്നത് 4 കാലിലാണ്. വന്നു കഴിഞ്ഞാലോ ചീത്ത വിളിച്ച് മനുഷ്യൻ്റെ കണ്ണ് പൊട്ടിക്കും. പിന്നെ വീടല്ലേ കുഞ്ഞുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനതങ്ങ് സഹിക്കും. അപ്പോൾ അതിൻ്റെ കലിയെല്ലാം കൂടെ ഇവിടെ വന്ന് അങ്ങ് തീർക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ അയാൾക്ക് തിരിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ, അല്ലേ? അല്ലേ? ഇന്നലെ ആ കോളേജ് ജംഗ്ഷനിൽ എവിടെ വെച്ചിട്ട് അയാൾ എന്തിനാ ചീത്ത വിളിച്ചത്? ഭർത്താവാണെന്നുള്ള കാര്യം പോട്ടെ, അയാൾ ഇവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നത് CPO ആണ്. സാറേ അതിനും കാരണമുണ്ട്. മെനഞ്ഞന്ന് അയാളുടെ ബന്ധുവിൻ്റെ ഒരു കല്യാണമായിരുന്നു. അവിടെ പോയി മൂക്കറ്റം കള്ളും കുടിച്ച് എന്നെ ചീത്ത പറഞ്ഞു. ചീത്ത വിളിക്കാൻ മാത്രമല്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന കൊള്ളില്ല, ഞാൻ വീട്ടിലെ കാര്യങ്ങളും നോക്കുന്നില്ല, പിന്നെ എന്നെ കല്യാണം കഴിച്ചത് തന്നെ അബദ്ധമായി പോയെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. അതിങ്ങനെ മനസ്സിൽ കിടന്നു. ഇന്നലെ കോളേജ് ജംഗ്ഷനിൽ വെച്ചിട്ട് തിരിച്ചു പറയാനുള്ള ഒരു അവസരം കിട്ടി, ഞാൻ ചീത്ത പറഞ്ഞു. അത്രേ ഉള്ളൂ. അതങ്ങ് തീർത്തു അല്ലേ? അപ്പോൾ ഇന്ന് ഈ PTA മീറ്റിങ്ങിൻ്റെ പ്രശ്നം എന്താണ്? അത് അയാൾക്ക് തിരക്കാണെന്ന് പറഞ്ഞല്ലോ, അപ്പം സ്വർണ്ണലതയ്ക്ക് പൊക്കൂടെ? സാറേ എന്ത് തിരക്കാ? അയാൾക്ക് ഈ ഓസിനെ നടന്ന് കള്ളു കുടിക്കണം, അതാണ് സംഭവം. മോനെക്കാളെ ഇമ്പോർട്ടൻ്റ് കള്ളു കുടിക്കുന്ന കാര്യത്തില്ല. എന്തായാലും ഞാൻ ഇന്ന് PTA മീറ്റിങ്ങിന് പോകും. എൻ്റെ മോൻ്റെ കാര്യമല്ലേ, എനിക്ക് പോയല്ലേ പറ്റൂ. ആ എന്താടാ? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, ശേഖരന് ബോധം തെളിഞ്ഞാണ്. ഒരു കാര്യം ചെയ്യാം, അല്ലാതെ പൊക്കോ. സാർ പൂക്കുഞ്ഞേ, ഓ ഇതിപ്പോൾ എന്ത് ചെയ്യും? ഒറ്റ പരിപാടിയുള്ളൂ സാറേ. നമ്മൾ നേരെ അങ്ങ് ചെല്ലുന്നു, ശേഖരനെ ചോദ്യം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല സാർ. എടോ അതല്ല, ഈ സ്വർണ്ണലതയുടെയും കനകാഭരണൻ്റെയും കാര്യം എന്ത് ചെയ്യുന്നേ? അയ്യോ എൻ്റെ പൊന്നു സാറേ, ഐക്യരാഷ്ട്രസഭ വിചാരിച്ചാൽ പോലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂല. എന്ന് പറയുന്നത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. ഇതിപ്പോൾ അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇത് ഏതെങ്കിലും നല്ല കുടുംബങ്ങൾ ജീവിക്കുന്നത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പം അവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുമേ. അതെ 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 അതെ. പക്ഷേ അങ്ങനെ കണ്ടുപഠിക്കാൻ പറ്റിയ നല്ല കുടുംബം ഏതുണ്ട്? അതാണ്. അല്ല സാറേ, സാറും മെമ്പറും ഉണ്ടല്ലോ, നിങ്ങളുടെ കുടുംബം കണ്ട് പഠിക്കാമല്ലോ. അതായത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവർ ഓരോരുത്തരെയായിട്ട് സാറിൻ്റെ വീട്ടിലോട്ട് വരുത്തിക്കണം. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കണം സാറേ. അങ്ങനെ ഇത് കാര്യങ്ങളെല്ലാം പഠിച്ചോളൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അതൊരു കാര്യം ചെയ്യും. എന്നാൽ സ്വർണ്ണലതയെ വീട്ടിലോട്ട് എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം എന്താ കണ്ടുപിടിക്കാം സാർ, കണ്ടുപിടിക്കാം. കനകാമ്പനോട് കാര്യം പറഞ്ഞേ. കാര്യം പറയാം. ശരി ശരി, നന്നായാ മതിയായിരുന്നു. സത്യന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല. ആർച്ചേ, നമ്മൾ ഇടപെട്ട് ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നീ വിചാരിച്ചത് നടക്കുകയും ചെയ്യും. സത്യന്റെ മനസ്സിലുള്ളത് പറ. നമ്മുടെ ASI സ്വർണ്ണലതയും കനകാമ്പരനും ഉണ്ടല്ലോ, അവർ വീട്ടിൽ എന്നും വഴക്കാ. വീട്ടിലെ വഴക്കിന്റെ ബാക്കി സ്റ്റേഷനിൽ വന്നിട്ടാ. സ്വർണ്ണലത ASIയും കനകാമ്പരൻ CPO ആയതുകൊണ്ട് തന്നെ ഈ അധികാരം മുഴുവനും സ്വർണ്ണലത സ്റ്റേഷനിൽ ഉപയോഗിക്കും. ആൾക്കാർ മുമ്പ് വെച്ച് കളിയാക്കേ. ഇതിന്റെ മനപ്രയാസത്തിൽ കനകാമ്പരം വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് അടിച്ച് പൂക്കറ്റിയായിട്ട് വീട്ടിൽ ചെന്ന് വേണ്ട പ്രശ്നം. മദ്യവെച്ചിട്ട് ഒരാൾ വീട്ടിൽ ചെന്നാൽ എന്താ സംഭവിക്കുക എനിക്കറിയാലോ. സത്യന്റെ ഒരു പോലീസുകാരനല്ലേ, സത്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഈ കാര്യത്തിൽ പോലീസിന് ഇടപെടാൻ പറ്റില്ല, കാരണം 2 ഭാഗത്തും പരാതിയില്ല. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ആർച്ചേ, നീ ഒരു വാർഡ് മെമ്പറല്ലേ? നിന്റെ വാർഡിലെ പല വീടുകളിലും ഇതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോഴെല്ലാം നീ ഇടപെട്ട് മധ്യസ്ഥ പറഞ്ഞ പ്രശ്നം പരിഹരിക്കാറില്ലേ? അതുപോലെ ഇതൊന്ന് പരിഹരിച്ചാൽ മതി. ഞാനൊരു ഐഡിയ പറയും. സ്വർണ്ണലത ഒരു ഫയൽ എടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ 2 പേരും ഭയങ്കര സ്നേഹം അഭിനയിക്കുന്നു. നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കുന്നു, ഞാനെന്ത് പറഞ്ഞാലും നീ അതനുസരിക്കുന്നു. പരസ്പരം നമ്മൾ പുകഴ്ത്തി പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വർണ്ണലത മനസ്സിലാക്കണം എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. ഇത് വല്ലതും നടക്കും. സംസാരിച്ച് വീഴ്ത്താൻ നിന്നെ കഴിഞ്ഞല്ലേ വേറെ ആരും ഉള്ളൂ. എന്നെ പോലെ നീ സംസാരിച്ച് വീഴ്ത്തിയില്ലേ? പക്ഷെ വീണത് ഞാനാ. പക്ഷേ നമ്മൾ ഇടപെട്ടതിന്റെ പേരിൽ സ്വർണ്ണലതയുടെ സ്വഭാവം മാറിയാൽ കനകാമ്പരൻ രക്ഷപ്പെട്ടില്ലേ? മാത്രമല്ല പിന്നെ എന്നോടൊരു ബഹുമാനം ഉണ്ടാവും. അതവിടെ നിക്കട്ടെ. ഈ നാടകം കളിക്ക് ഞാൻ കൂട്ട് നിൽക്കണമെങ്കിൽ എനിക്ക് ചില വ്യവസ്ഥകളുണ്ട്. എന്ത് വ്യവസ്ഥ? ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം തന്നെ. എന്ത് കാര്യം? നാളെ മുതൽ സത്യേട്ടൻ എന്നെ വീട്ടു ജോലിയിൽ സഹായിക്കും. എന്താ പറ്റില്ലേ? പറ്റില്ലെങ്കിൽ വിട്ടേക്ക്.
സ്വർണ്ണലതയും കനകാംബരനും തമ്മിൽ അടിച്ച് ചാവട്ടെ. പറ്റും പറ്റും. പറ്റുമെന്ന് അങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ, എന്തൊക്കെ ചെയ്യുമെന്ന് പറ. പക്ഷെ അത് നാളത്തെ കാര്യമല്ലേ, അത് നമുക്ക് നാളെ തീരുമാനിച്ച പോരെ. നടക്കില്ല. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേറെ എന്തോ ഉള്ളൂ. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയും. പാചകം ചെയ്യാനാണെങ്കിൽ അത് സത്യനെ കൊണ്ട് നടക്കില്ല, അത് വേണ്ട. വേണ്ട, അത് വേണ്ട. തുണി കഴുകാനാണെങ്കിൽ ചിലപ്പോ തുണിയുടെ ബാക്കി ഉണ്ടാകും. അത് ശരിയാ, അതും വേണ്ട. പക്ഷേ മുറ്റം അടിക്കാമല്ലോ. ഞാനോ? പിന്നല്ലാതെ. അതൊന്നും ശരിയാവില്ല. സ്ഥലം എസ് ഐ മുറ്റടിക്കാന്ന് പറഞ്ഞാ നാട്ടുകാരുണ്ടെന്ന് വിചാരിക്കില്ല. ആ എസ് ഐ അങ്ങ് സ്റ്റേഷനില്, ഇത് വീടാ. ആർച്ചേ, അത് മാത്രം പറ്റില്ല. ആ എന്നാ സ്വർണ്ണലതയുടെ കാര്യം അങ്ങ് വിട്ടേക്ക്. ആർച്ചേ, ഈ കാര്യത്തിൽ ഒത്തുതീർപ്പില്ല. സ്വർണ്ണലതായിരിക്കും, നീ അവിടെ ചെല്ല്. ഇല്ല, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല. നീ ഒന്ന് ചെല്ല ആർച്ചേ. സത്യയുടെ മുറ്റുപണിയുടെ കാര്യത്തിൽ തീരുമാനം പറ. സമ്മതിച്ചു. അങ്ങനെ വെറുതെ സമ്മതിച്ചാ പോരാ. സമ്മതിച്ചൂന്ന്. എന്ത്? മുറ്റ അടിക്കാന്നും സമ്മതിച്ചു. വാക്ക് മാറില്ലല്ലോ. ഇല്ല, നീ അങ്ങോട്ട് ചെല്ല്. കനകാംബര, എന്തായി സാർ? എന്താവാൻ, തനിക്ക് വേണ്ടി ഞാൻ മുറ്റമടിക്കാന്ന് വരെ സമ്മതിച്ചു. മുറ്റം അടിക്കാനോ? അതെന്തിനു? കുടുംബജീവിതത്തിലെ ചില സങ്കീർണതകളൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതും മനസ്സിലാവുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്വർണ്ണലത സ്റ്റേഷനിൽ പോയില്ലേ? ഉച്ച കഴിഞ്ഞ് ലീവായിരുന്നു. മോന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് പോവാനും ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അതെന്താ? സ്വർണ്ണലതയുടെ ഹസ്ബൻഡോ? ആ നല്ല കാര്യായി. വീട്ടിലെ ഒരു കാര്യവും നോക്കില്ല, സകല പണിയും എനിക്ക്. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് ചെന്നാലോ പിടിപ്പത് പണിയാ. ഞാൻ ASA അല്ലേ, അവിടെ അങ്ങേർക്ക് സുഖ, ഒരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങേര് CPO അല്ലേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ ജോലിയും സ്ഥാനവും ഒക്കെ ഉണ്ടാവും. അത് ജോലിയല്ലേ. വീട്ടിലെ കാര്യം അങ്ങനെയാണോ? വീട്ടിലെ ഭാര്യയും ഭർത്താവിനും പരസ്പര ധാരണയുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നന്നാവൂ. എന്ത് ധാരണ ഉണ്ടാവാനാ ഉണ്ണിയാർച്ചേ? ഈ മനുഷ്യന് എന്തെങ്കിലും ഉത്തരവാദിത്ത ബോധം വേണ്ടേ? ഇവിടുത്തെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാ. സത്യേട്ടൻ ഒരു കാര്യത്തിലും സഹായിക്കില്ലായിരുന്നു. ആണുങ്ങളുടെ ഈഗോ. ഞാൻ പിന്നെ വഴക്കിനൊന്നും പോയില്ല. സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു കുടുംബമായ ഭാര്യയ്ക്കും ഭർത്താവിന് തുല്യ സ്ഥാനമാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്താ, സത്യേട്ടൻ എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കും. ആണോ? പിന്നെ സത്യേട്ടൻ വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ എന്നോട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയും. അതുപോലെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ടും പറയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ സംസാരിച്ച് ഇടപഴകിയൊക്കെ അല്ലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി. പറയാൻ എളുപ്പ, പക്ഷെ നടക്കണ്ടേ? ഞാൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. നമ്മള് തമ്മിലുള്ള പരസ്പര ധാരണയെ കുറിച്ചൊക്കെ. അല്ല, അങ്ങനെ പോയാലേ വീട്ടിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. വീട്ടിൽ ഒരിക്കലും വലിപ്പ ചെറുപ്പം കാണിക്കരുത്. കാര്യം സ്വർണ്ണലത ASAയും കനകാംബരൻ CPOയുമാണ്. അതങ്ങ് സ്റ്റേഷനില്. പക്ഷേ വീട്ടില് കനകാംബരൻ ഭർത്താവും സ്വർണ്ണലത ഭാര്യയുമാണ്, അത് മറക്കരുത്. ഇവിടുത്തെ കാര്യം തന്നെ നോക്ക്. ഞാൻ പഞ്ചായത്ത് മെമ്പറും സത്യേട്ടൻ SIയുമാണ്. ജനപ്രതിനിധി എങ്ങനെയൊക്കെ നോക്കിയാലും സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ മേലെയാണ്. പക്ഷെ ഞാൻ അതിന്റെ ഭാവമൊന്നും ഇവിടെ കാണിക്കുന്നില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ പറയാം, പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ മേലെയാണെന്ന്. പക്ഷെ ഞാനത് പറയില്ല. കാരണം ഇത് വീടാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ തുല്യ സ്ഥാനമായിരിക്കണം. ഒരു നിമിഷം. സ്വർണ്ണലതയ്ക്ക് ചായ കൊടുക്കാനാണോ? ഞാനിവിടെ ഫ്ലാസ്കിൽ ചായ ആക്കി വെച്ചിട്ടുണ്ട്. സത്യം അതും എടുത്തോ. അതല്ല, വേറെ അത്യാവശ്യ കാര്യം പറയാനാ. ഇപ്പൊ വരാം. ഒരു മിനിറ്റ് സ്വർണ്ണലത. വരാം. എന്താ സത്യേട്ടാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ? നീ ആരാന്നാടി നിന്റെ വിചാരം? അതെ, നിന്റെ അഹങ്കാരം കേൾക്കാനല്ല സ്വർണ്ണലതയെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ എന്താ അഹങ്കാരമാ പറഞ്ഞത്? നിന്റെ വർത്താനം കേട്ടാ തോന്നും നീ പറയണതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവാണ് ഞാനെന്ന്. എടി, അതാണ് അവരുടെ വീട്ടിലെ പ്രശ്നം. അത് പരിഹരിക്കാനാണ് സ്വർണ്ണലത ഞാൻ ഇവിടെ വരാൻ പറഞ്ഞപ്പോ. അപ്പൊ നീ അതിലും വലിയ അഹങ്കാരം പറയുന്നു. എനിക്ക് മനസ്സിലായില്ല. നിന്റെ വർത്താനം കേട്ടാ തോന്നും ഇവിടുത്തെ അടുക്കളപ്പണി മുഴുവൻ ഞാനാണ് ചെയ്യുന്നതെന്ന്.
ആ ഗതികേടൊന്നും CP സത്യപാലൻ ഉണ്ടായിട്ടില്ല. നിന്നെ പോലുള്ള അഹങ്കാരികളെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്കറിയാം കേട്ടാ. ആ അതിനിത്തിരി പുളിക്കും. സ്റ്റേഷനിൽ വരുന്ന പാവപ്പെട്ടവരുടെ മെക്കട്ടേക്ക് കയറുന്ന പോലെ എന്റെ മെക്കട്ടേക്ക് കയറിയല്ലോ നിങ്ങൾ വിവരം അറിയും. എന്ത് വിവരം അറിയാനടി? മോളെ ഉണ്ണിയാർച്ച, നിന്റെ കളി എന്നോട് വേണ്ട കേട്ടാ. ചുമ്മാ വരട്ടാതെ മനുഷ്യ. ഇതൊന്നും കണ്ട പേടിക്കുന്ന ആളല്ലേ ഉണ്ണിയാർച്ച. നീ എന്താടി പറഞ്ഞത്? പ്രോട്ടോകോളോ? അതൊക്കെ നിന്റെ പഞ്ചായത്ത് ഓഫീസിൽ മതി. ഇവിടെ പ്രോട്ടോകോൾ ഞാൻ പറയും. ഞാനാണ് ഇവിടുത്തെ പ്രധാനി. എനിക്ക് താഴെ നീ വരുള്ളൂ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. പ്രോട്ടോകോള് പ്രകാരം SI എന്ന് പറഞ്ഞ വെറും ക്ലർക്കാണ്. ഞാനോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രതിനിധി. നീ കുന്താണടി, കുന്തം. എന്റെ സ്വർണ്ണലതേ, നിന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ഇങ്ങേര് കണ്ടുപിടിച്ച അടവായത്. ലതയുടെ പണി നോക്കിപ്പോ. ഇവിടുത്തെ കാര്യത്തിന് ഞാൻ തീരുമാനം ഉണ്ടാക്കട്ടെ. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ചെന്നാ പാപ്പോടന്റെ നെഞ്ചത്ത് കയറ്. പിന്നെ ഒരു കാര്യം ഓർത്തോ, ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു സ്ത്രീയും ജീവിതത്തിൽ രക്ഷപ്പെടൂല. ഇനി പറയും, എന്താ നിന്റെ ആവശ്യം? പറയും. അയ്യോ, എനിക്കൊന്നും വേണ്ട ക്ലർക്കേ. ക്ലർക്ക് നിന്റെ പറ, ബാക്കി കൂടെ പറ. ദേ, ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വന്നാ ഞാൻ കേസ് കൊടുക്കും. ഗാർഹിക പീഡനത്തിന് വകുപ്പൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ആർച്ചേ, എന്നാലും നീ ചെയ്തതുണ്ടല്ലോ, ഭയങ്കര മോശമായി പോയി. എന്റെ കീഴുദ്യോഗസ്ഥരുടെ മുമ്പ് വെച്ചാൽ നീ എന്നെ അപമാനിച്ചത്. ഞാനായിട്ട് തുടങ്ങിയ പ്രശ്നമല്ലല്ലോ, സത്യയുടെ ഐഡിയ അല്ലേ. അപ്പൊ നിന്റെ ആവശ്യം നാളെ നിന്നെ അടുക്കളയിൽ ഞാൻ സഹായിക്കുക അല്ലേ? നടന്നു തന്നെ. അല്ലെങ്കിൽ തന്നെ ഞാനത് വിശ്വസിച്ചു എന്നാണോ കരുതിയത്? സത്യേട്ടാ, ഞാനാണ് വലുത് നീയാണ് ചെറുതെന്നുള്ള ഈ ചിന്താഗതി ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. ഒരു കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാണ്. അവിടെ ആരും വലുതുമല്ല, ആരും ചെറുതുമല്ല. അത് മനസ്സിലാക്കുന്ന ദിവസം സത്യന്റെ ബോധവും വരും. എന്നാലും കുറച്ച് വലുത് ഭർത്താവ് തന്നെ കേട്ടോ.